സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി വരുന്നതുകൊണ്ട് അദ്ദേഹത്തിനാണ് ഗുണം. കാരണം ജയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഇന്ത്യാമുന്നണിയുടെ ഭാഗമാണ്, ഇന്ത്യാമുന്നണിയുടെ ഭാഗമാണ് ഞങ്ങൾ. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വരുന്നത് എനിക്കും ഗുണമാണെന്നാണ് വ്യവസായികളെ പറഞ്ഞത്. അത് കുഴപ്പമൊന്നുമില്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗുണം കിട്ടുന്നത് കിട്ടിക്കോട്ടെ. ഏതായാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക, മറ്റേ ഗുണം വേണമെങ്കിൽ പുള്ളി കൊണ്ടുപോകട്ടെ, നമുക്കൊരു വിഷമവുമില്ല. ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം കിട്ടും, നല്ല എക്സലന്റ് ഭൂരിപക്ഷം. അതിലുള്ള വർക്കാണ് ഞങ്ങൾ ചെയ്തത്. അത്രയും ഞങ്ങൾ വേർപ്പൊഴുക്കി നന്നായിട്ട് വർക്ക് ചെയ്ത് ഈ നല്ല മുച്ചൂടും വെയിലത്ത് നിന്നുള്ള പ്രവർത്തകരുടെ പ്രവർത്തനമല്ലേ, അതെല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കാൽക്കുലേഷൻ അനുസരിച്ച് നല്ല ഭൂരിപക്ഷമായിരിക്കും. എല്ലാ കാലത്തും ഉള്ളതിനേക്കാൾ പരാതി കുറവാണ് ഇപ്രാവശ്യം. അങ്ങനെ ഒരു പരാതിയൊക്കെ, കാരണം UDF ആയതുകൊണ്ട് കണ്ണും പൂട്ടി പറയും ഞങ്ങളുടെ കുറേ സ്ഥലത്ത് ഇത് ആൾ വന്നിട്ടില്ല എന്നൊക്കെ പറയും. അത് പക്ഷേ ഞങ്ങളത് പരിശോധിച്ചിട്ടുണ്ട്. കുറവുണ്ടെങ്കിൽ ഞങ്ങൾ ആ കുറവ് നികത്തും. ഇപ്പം നിങ്ങൾ ഇന്ന സ്ഥലത്ത് കുറവുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെ ഞങ്ങളെ ഇതുപോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ പറയുക ഇന്ന സ്ഥലത്ത് കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ കുറവ് നികത്തും. ഞങ്ങളതൊന്നും ഒരു അപമാനബോധത്തോടു കൂടി നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു അഭിമാന പ്രശ്നമായിട്ട് എടുക്കുകയോ ചെയ്യില്ല. ഞങ്ങൾ ആ കുറവൊക്കെ നികത്തും. എവിടെ കുറവെന്ന് പറഞ്ഞാൽ മതി, അതെല്ലാം ഞങ്ങൾ നികത്തും. ദയവായി ഞങ്ങളെ ഭീഷണിപ്പെടുത്തരുത്. ഞങ്ങൾ ഇതുമായിട്ട് അങ്ങ് പോയിക്കോട്ടെ, ഭീഷണിപ്പെടുത്തരുത്. വേറെന്തുണ്ട്? എന്തോ മീഡിയ പാസ് ഉണ്ട്. നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ക്രമീകരണമുണ്ട്. അവിടെ തന്നെ നമ്മളുടെ അവിടെ വിഷ്വൽ മീഡിയയ്ക്കുള്ള സെപ്പറേറ്റ് ക്രമീകരണമുണ്ട്. നമ്പർ 2, നമ്മളുടെ പ്രിന്റ് മീഡിയയ്ക്കുള്ള പ്രത്യേക ക്രമീകരണമുണ്ട്. അതെല്ലാം നമ്മുടെ ഒരു റൊട്ടീൻ സിസ്റ്റം അല്ലേ, ആ സിസ്റ്റം എല്ലാം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് പോകും. അതിലാണ് നമ്മളെല്ലാവരും വളരെ കഷ്ടപ്പെട്ട് ഊണും ഉറക്കം ഒഴിച്ചല്ലേ നമ്മൾ ജയിപ്പിച്ചത്. എന്ത് ചെയ്യാൻ പറ്റും? അതല്ല, അങ്ങനെ ഒരു കൺഫ്യൂഷനൊന്നും കേരള ജനതയ്ക്ക് മുമ്പിൽ നിൽക്കില്ല. ഇത് അക്ഷരാഭ്യാസമുള്ള ജനതയാണ്, സാക്ഷര കേരളമാണ്. എനിക്ക് മനസ്സിലായി, ചോദ്യം എനിക്ക് പിടികിട്ടി. അതിന് വെറുതെ ആ നിലയിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒന്നും നിൽക്കില്ല. നമ്മളുടെ ഈ പട്ടണത്തിനകത്ത് അത് വല്ലതും നടക്കുമോ? നമ്മുടെ ഈ ജില്ലയിൽ അത് വല്ലതും നടക്കുമോ? കണ്ണും പൂട്ടി ആളുകൾ പറയും UDF ആരാ, UDFന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് പറയും. പിന്നെ ഞങ്ങൾക്ക് ചിഹ്നം കിട്ടാനായിട്ട് ഒരാഴ്ച താമസിച്ചതിനാണ് ഈ പറയുന്ന കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കിയത്. ഞങ്ങളുടെ ചിഹ്നം വെച്ച് അവർ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഓട്ടോറിക്ഷ ആണ്. ഞങ്ങൾ നോക്കിയപ്പോൾ അവർ തന്നെ ഇങ്ങനെ ഞങ്ങളുടെ ചിഹ്നത്തിൽ ഓടുകയാണ്.